Welcome to class 11 physics for HSC, CBC and ISC students, and we are seeing unit 2 of plus 1 physics chapter 4 motion in a plane, and today this is class number P21 scalar and vector products of two vectors. Scalar and vector products of two vectors. അപ്പോൾ ഇത് ക്ലാസ് 11 പ്ലസ് 1 ഫിസിക്സ് ക്ലാസ് ആണ്. ചാപ്റ്റർ 4 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോഷൻ ഇൻ എ പ്ലെയിൻ. അതിനകത്ത് സ്കേലാർ പ്രോഡക്റ്റ്, വെക്ടർ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ ചാപ്റ്റർ 4-ൽ. അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്കേലാർ ആൻഡ് വെക്ടർ പ്രോഡക്ട്സ് ഓഫ് ടു വെക്ടേഴ്സ്. സ്കേലാർ ആൻഡ് വെക്ടർ പ്രോഡക്ട്സ് ഓഫ് ടു വെക്ടേഴ്സ്. So multiplication of two vectors. Two vectors can be multiplied in two different ways. രണ്ട് വെക്ടറുകൾ നമുക്ക് രണ്ട് തരത്തിൽ ഗുണിക്കാവുന്നതാണ്. നമ്പർ 1, ഡോട്ട് പ്രോഡക്റ്റ്, which is also called scalar product. The dot product of two vectors, when two vectors are multiplied according to dot product, then the result of the product is always comes out to be scalar, and it is defined as the product of magnitude of two vectors and the cosine of the angle between them. അപ്പോൾ രണ്ട് വെക്ടറിൻ്റെ സ്കേലാർ പ്രൊഡക്റ്റിനെ വിളിക്കുന്ന പേര് ഡോട്ട് പ്രൊഡക്റ്റ്. ഡോട്ട് പ്രൊഡക്റ്റ് രീതിയിൽ ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം സ്കേലാർ ആയിരിക്കും. ഒരു സ്കേലാർ ആയിട്ടുള്ള ഉത്തരം കിട്ടുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എയുടെ മോഡുലസ്, ഇപ്പോൾ രണ്ട് വെക്ടർ എയും ബിയും ആണെങ്കിൽ എയുടെ മോഡുലസ് ബിയുടെ മോഡുലസ്, അതിൻ്റെ ഇടക്കുള്ള ആംഗിൾ നോക്കണം. അപ്പോൾ മോഡുലസ് എ മോഡുലസ് ബി ഇൻറ്റു കോസ് തീറ്റ, കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്. കൊസൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്, അത് മൂന്നും ഗുണിക്കുന്നതാണ് ഈ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇക്വേഷൻ പറയുകയാണെങ്കിൽ എ ഡോട്ട് ബി, വെക്ടർ എ ഡോട്ട് ബി ഈസിക്കൽ എ ബി കോസ് തീറ്റ. അപ്പോൾ രണ്ട് വെക്ടറിൻ്റെ സ്കേലാർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എ വെക്ടർ ഡോട്ട് ബി വെക്ടർ എന്ന് എഴുതും. അതിന് ഉത്തരം എ ബി കോസ് തീറ്റയാണ്. എ വെക്ടറിൻ്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡാണ്, ബി വെക്ടറിൻ്റെ മോഡുലസ് ആണ്. ആ തീറ്റ എന്ന് പറഞ്ഞാൽ ആ രണ്ട് വെക്ടറുകളുടെയും ഇടക്കുള്ള ആംഗിളാണ്. ഇപ്പോൾ കൊസൈൻ തീറ്റ കൊണ്ടാണ് വിളിക്കേണ്ടത്. വേർ തീറ്റ ഇസ് ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ്, എ വെക്ടർ ആൻഡ് ബി വെക്ടർ. യൂസ് ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ്. ഈ ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ് ഉപയോഗം? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ പെർപെൻഡിക്കുലാരിറ്റി ഓഫ് ടു നോൺ സീറോ വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലറാണ് എന്ന് കാണിക്കാനും വേണ്ടി, രണ്ട് വെക്ടേഴ്സ് പ്രവർത്തിക്കുന്നത് 90 ഡിഗ്രിയിലാണ് എന്ന് കാണിക്കാനും വേണ്ടി ഈ പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. നമ്പർ 2, ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് ഈസ് ഓൾസോ യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദി ആംഗിൾ ബിറ്റ്വീൻ ടു ഗിവൺ വെക്ടേഴ്സ്. രണ്ട് വെക്ടറുകളുടെ ഇടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാനും നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് സ്വീകരിക്കാറുണ്ട്. Another expression for dot product or scalar product. Scalar product മറ്റൊരു എക്സ്പ്രഷൻ. Suppose two vectors A and B are given. A is equal to A1i plus A2j plus A3k. നമ്മൾ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ടേമിൽ ഈ വെക്ടറുകളെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സപ്പോസ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ആർ ഗിവൺ. രണ്ട് വെക്ടർ എയും ബിയും കരുതുക. എ വെക്ടർ ക്യാൻ ബി റിട്ടൺ ആസ് എ വെക്ടർ ഇസ് ഈക്വൽ A1i plus A2j plus A3k and B vector is equal to B1i plus B2j plus B3k. അപ്പോൾ A1, A2, A3 വെക്ടർ എയുടെ കമ്പണൻ്റാണ്, കമ്പണൻ്റ് മാഗ്നിറ്റ്യൂഡുകളാണ്. B1, B2, B3 ബിയുടെ കമ്പോണൻസ് ആണ്. അല്ലെങ്കിൽ രണ്ട് വെക്ടർ ഇങ്ങനെ പറയാം, എ വെക്ടർ ഇസ് AXI plus AYJ plus AZK and B വെക്ടർ ഇസ് BXI plus BYJ plus BZK. അങ്ങനെ എഴുതാറുണ്ട്. ഇവ രണ്ടും ഡോട്ട് ഇട്ട് ഗുണിച്ചാൽ, ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ, ഇപ്പോൾ ഈ മോഡുലസ് എന്ന് പറഞ്ഞാൽ എയുടെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് A3 സ്ക്വയർ എന്നാണ്. ബിയുടെ മോഡുലസ് റൂട്ട് ഓഫ് B1 സ്ക്വയർ പ്ലസ് B2 സ്ക്വയർ പ്ലസ് B3 സ്ക്വയർ എന്നാണ്. എ മോഡുലസ് ബി റൈറ്റ് ആസ് എ, that is root of A1 square plus A2 square plus A3 square, and B modulus, the meaning is magnitude, is root of B1 square plus B2 square plus B3 square. എയുടെ തുക ബിയുടെ തുക അത് രണ്ടുമാണ് മുകളിൽ കാണുന്നത്. സോ എ ഡോട്ട് ബി റൈറ്റ് ആസ് A1 B1 പ്ലസ് A2 B2 ഇൻറ്റു A3 B3. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. രണ്ട് വെക്ടറുകളെ ഡോട്ട് ഉപയോഗിച്ച് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണിത്. when two vectors are multiplied using dot, then we get answer A1 B1 plus A2 B2 plus A3 B3. Or we can write AX BX plus AY BY plus AZ BZ. In that manner also we write it is scalar product. Important remarks. പ്രധാനപ്പെട്ട ഒരു 2 പോയിന്റ് പറയാണ്.
As unit vectors ijk along xyz axis are mutually perpendicular. Therefore, I dot j is equal to j dot k is equal to k dot I is equal to 0. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. Number 2, if the force F acting on a particle is perpendicular to displacement S, then the work done by the force is always 0 because angle is 90. W is F dot S, work definition. That we study later. In work chapter, we study this. Work we measure as F dot S, the scalar product of two vectors, force and displacement. That is Fs cos 90 when the vectors are perpendicular. Cos 90 is 0, so W is 0. So there is a question. You give a physical quantity which obeys the scalar product. സ്കേലാർ പ്രോഡക്റ്റ് വഴി കണ്ടുപിടിക്കുന്ന ഒരു അളവിൻ്റെ പേര് പറഞ്ഞാൽ അത് വർക്കാണ്. വർക്ക് ഇസ് എഫ് ഡോട്ട് എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ആൻഡ് വി മെഷർ ആസ് ഡോട്ട് പ്രൊഡക്റ്റ് ഓർ സ്കേലാർ പ്രൊഡക്റ്റ്. ദെൻ ദർ ഇസ് എ ടേം സ്കേലാർ സെൽഫ് പ്രൊഡക്റ്റ് ഓഫ് എ വെക്റ്റർ. സ്കേലാർ സെൽഫ് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ സ്കേലാർ പ്രൊഡക്റ്റ് രണ്ട് വെക്ടറിനാണ്, എയും ബിയും. ഇനി രണ്ടും എ തന്നെയാണെങ്കിൽ എ ഇൻറ്റു ബിക്ക് വരും എ ഇൻറ്റു എ എന്ന് പറയുകയാണെങ്കിൽ അതിന് സ്കേലാർ സെൽഫ് പ്രൊഡക്റ്റ് of a vector എന്ന് പറയും. If a vector A is multiplied scalarly with itself, the same vector, the result is called scalar self product of vector A. That is, scalar self product is of A is equal to A dot A is equal to A cos 0. The angle between A and A is equal to 0. That is A square. Cos 0 is 1, A into A square. So scalar product of self product of vector A is equal to A square. That is all about scalar product or dot product. Now we see another product which is called cross product. Cross product is also called vector product. Cross product of two vectors is defined as the product of the magnitude of the two vectors, sine of the angle between these them, and unit vector perpendicular to both the vectors. അപ്പോൾ നമ്മളിവിടെ ക്രോസ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വെക്ടർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് എ ക്രോസ് ബി മോഡുലസ് എ മോഡുലസ് ബി സൈൻ തീറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എന്നുള്ളതാണ്. അതായത് എയുടെ മോഡുലസ് ബിയുടെ മോഡുലസ്, എയുടെ മാഗ്നിറ്റ്യൂഡ് ബിയുടെ മാഗ്നിറ്റ്യൂഡ്. പെൻ സൈൻ തീറ്റ എടുക്കണം. നേരത്തെ നമ്മൾ കോസിന് എടുത്തത്, ഇവിടെ സൈൻ തീറ്റ എടുക്കണം. അത് മാത്രമല്ല അവയുടെ രണ്ടിനെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടർ എൻ കൊണ്ട് കൂടി ഗുണിക്കണം. ഇത് ക്രോസ് പ്രൊഡക്റ്റ് ഈസ് എ ബി സൈൻ തീറ്റ ഇൻറ്റു യൂണിറ്റ് വെക്ടർ എൻ. So the cross product of two vectors is the product of modulus of first vector, modulus of second vector, and the sine of the angle between them, and the unit vector perpendicular to plane of A and B. That is the method. Where n is a unit vector in the direction perpendicular to plane containing both the multiplying vectors. രണ്ട് വെക്ടർ വിളിക്കും നിൽക്കുന്നൊരു പ്ലെയിനിലാണല്ലോ. ആ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ് എൻ എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. ഇനി ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ്. സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്താണ്? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് ഐ ജെ കെ, അവയെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് വെക്ടേഴ്സ്. അവയുടെ ക്രോസ് പ്രൊഡക്റ്റ് എന്താണ്? യു ലുക്ക് ഹിയർ, ഐ ക്രോസ് ഐ ഇസ് ഇക്വൽ ജെ ക്രോസ് ജെ ഇസ് ഇക്വൽ കെ ക്രോസ് എ, കെ ഇസ് ഇക്വൽ ടു 0. കാരണം അതിൻ്റെ ആംഗിൾ വരുന്നത് സൈൻ തീറ്റ സൈൻ 0 വരുന്നതുകൊണ്ട് അവയെല്ലാം 0 ആയിരിക്കും. ഐ ക്രോസ് ഐ ഇസ് ഇക്വൽ ജെ ക്രോസ് ജെ ഇസ് ഇക്വൽ കെ ക്രോസ് കെ ഇസ് ഇക്വൽ 0. ദെൻ ഐ ക്രോസ് ജെ ഇസ് ഇക്വൽ കെ, ജെ ക്രോസ് കെ ഇസ് ഇക്വൽ ഐ, കെ ക്രോസ് ഐ ഇസ് ഇക്വൽ ടു ജെ. ഒരു സൈക്ലിക് ഓർഡർ, ഐ ജെ കെ സൈക്ലിക് ഓർഡറിൽ നിന്ന് വരും. ഐ ജെ കെ, ജെ കെ ഐ, കെ ഐ ജെ, ആ സൈക്ലിക് ഓർഡറിലാണ് എഴുതുന്നത്. I cross K, J is equal to K, J cross K is equal to I, K cross I is equal to J. ഇനി ഇവ തിരിഞ്ഞ് വന്നാൽ J cross ആയിട്ട് വന്നാൽ മൈനസ് ആയിട്ട് മാറും. J cross I is equal to minus K, K cross J is equal to minus I cross K is equal to minus J. That also you remember. Then ഈ ക്രോസ് പ്രൊഡക്റ്റ് കാണാനായിട്ട് മറ്റൊരു രീതിയുണ്ട്. അത് നമ്മൾ ഈ ഡിറ്റർമിനൻ്റ് മെത്തേഡാണ് മാത്തമാറ്റിക്സിൽ. ആ ഡിറ്റർമിനൻ്റ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇത് തൽക്കാലം ഓർത്താൽ മതി. കാൽക്കുലേഷൻ ഓഫ് ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്.
using determinant method. Determinant matrix and determinant, it is a mathematics chapter. If you don't know, you simply study this. Determinant we write within 2 lines as shown here. A cross B is equal to determinant. ആ രണ്ട് വരയിട്ടിരിക്കുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനൻറ്റ്. ഡിറ്റർമിനൻറ്റ് അകത്ത് ഐ ജെ കെ A1 A2 A3 B1 B2 B3 അല്ലെങ്കിൽ AX AY AZ BX BY VZ അങ്ങനെ എഴുതാം. അതിന് ഉത്തരം ഇതാണ് A ഇൻറ്റു A3 B3. ഇപ്പോൾ നമ്മൾ പറയുമ്പോഴേ ഇത് പറയുന്നത് എങ്ങനെയാണ്? ഐ എടുക്കുമ്പോൾ ഫസ്റ്റ് റോയും അതിൻ്റെ കോളവും മാറ്റിയിട്ട് ഡയഗണലായിട്ട് കുളിച്ച് മൈനസിട്ട് എഴുതിയാൽ മതി. ഡയഗണലായിട്ട് കുളിച്ച് മൈനസിട്ട് എഴുതണം. ആ റോയും കോളവും മാറ്റണം. അപ്പോൾ ഐ ഇൻറ്റു A2 B2 മൈനസ് A3 B2 A2 B3 മൈനസ് A3 B2. അടുത്ത മൈനസ് ടൈം ആയിരിക്കും. മൈനസ് ടൈം ഇൻറ്റു റോയും കോളവും മാറ്റുക. A1 B3 മൈനസ് B1 A3 പ്ലസ് കെ എഴുതണം. ആ റോയും കോളവും മാറ്റുക. A1 B2 മൈനസ് A2 B1. അങ്ങനെയും ക്രോസ് പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ 1-2 പ്രോബ്ലം ചെയ്യുകയാണ്. ഇവിടെ ക്രോസ് പ്രോഡക്റ്റിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റിൻ്റെയും ചില പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഇത് ഡോട്ട് പ്രോഡക്റ്റ് ആംഗിൾ കാണുന്ന രീതിയാണ്. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി ഗിവൺ എ ഈസ് ഈക്വൽ ടു 2i മൈനസ് 3j പ്ലസ് 4k ആൻഡ് ബി ഈസ് ഈക്വൽ ടു മൈനസ് i പ്ലസ് 5j മൈനസ് 3k. അപ്പോൾ എയുടെ ബിയുടെയൊക്കെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതിയാൽ എ എക്സ് ഈസ് ഈക്വൽ 2, എ വൈ ഈസ് മൈനസ് 3, എ ഇസഡ് ഈസ് ഈക്വൽ ടു 4, bx is equal to minus 1 or b1 b2 b3. In that manner also we can write. Then cos theta is equal to a dot b by modulus a into modulus b. That is the rule. A dot b is modulus a modulus b cos theta ആണല്ലോ. അപ്പോൾ cos theta കാണുമ്പോൾ മുകളിൽ a dot b, താഴെ modulus a into modulus b. Modulus a ആണ് root of a1 square plus a2 square plus a3 square or ax square plus ay square plus az square. Modulus b ആണ് root of bx square plus by square plus bz square. അപ്പം അങ്ങനെയായിട്ട് cos theta കാണണം. അപ്പോൾ ആ വിലയെല്ലാം ഇവിടെ ഇട്ടാൽ മതി. ആ വിലയിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ വാല്യൂസാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ വാല്യൂസ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. 2 into minus 1 plus minus 3 into 5 plus 4 into minus 3 all by root of 4 plus 9 plus 4 into root of 1 plus 25 plus 9. We get 29 by root of 29 into 35. That is minus root of 29 by 35 minus 0.8286. From tables use see theta. Theta is negative. So it is in the second quadrant and angle is found to be 155 degree. ഈ കോസ് ഇൻവേഴ്സ് ടേബിൾസിൽ കാൽക്കുലേറ്റർ നോക്കിയാൽ മതി. ഇഫ് യു ലുക്ക് അറ്റ് ദി കാൽക്കുലേറ്റർ ദെൻ കോസ് ഇൻവേഴ്സ് മൈനസ് 0.8286 ഈക്വൽ ടു 155 ഡിഗ്രി 32 മിനിറ്റ്. ഒരു സയൻറ്റിഫിക് കാൽക്കുലേറ്റർ വേണം. അതിനകത്ത് ഈ മൈനസ് 0.8286 അടിച്ചു കൊടുക്കണം. എന്നിട്ട് കോസ് ഇൻവേഴ്സ് നോക്കണം. അത് അറിഞ്ഞുകൂടെങ്കിൽ അറിയാവുന്നവരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കണം. അത് പ്രാക്ടിക്കലായിട്ട് നമുക്കൊരു പരിചയം വേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആംഗിൾ അവിടെ കാണിക്കും. മൈനസിട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ ആംഗിൾ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 vectors 3 and 4 and the value of their product is 8, find the angle between the vectors. അപ്പോൾ 2 വെക്ടറുണ്ട്, 3, 4ഉം അവയുടെ പിന്നെ സ്കെയിലാർ പ്രോഡക്റ്റ് 8 എങ്കിൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ A is 3, B is 4, A dot B is 6 given. A dot B is AB cos theta. Therefore 6 is 3 into 4 into cos theta. Cos theta is 6 by 12. 3 into 4 is 12. 1 by 2. So theta is 60 degree. Cos theta 1 by 2 ആണെങ്കിൽ theta 60 ആണ്. നിങ്ങൾ പഠിക്കുന്നതാണ്. Next problem. A 10 Newton force acts on a body and displaces it 2 meter along the direction of force. What is the work done? Work done W is F dot S. F is cos theta. Here force and displacement are in the same direction. Therefore theta is 0. F is 10 Newton. S is 2 meter. Theta is 0. So cos 0 is 1. Answer W is equal. Work is equal to 10 into 2
into cos 0, that is 22 into 1, 20 joule. Work is measured in joule. Next problem, a force of 20 Newton acting on a body displaces it by 5 centimeter at angle 30 degree to the direction of force. Calculated the work done. The same formula. W is F dot S is F cos theta 20 into 5 into cos 30. Cos 30 is root 3 by 2 multiply. 2 cancels, we get 50 root 3. Root 3 is 1.732. So 50 into 1.732 joule. That is 88.6 joule. Answer. Next problem. Find the value of n so that vectors 6i plus 3j and b is equal to minus I plus nj are mutually perpendicular. രണ്ട് വെക്ടർ ഉണ്ട്, അവ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണെങ്കിൽ n കണ്ടുപിടിക്കാനാണ്. ഇതിനകത്ത് n കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതിൽ ഉത്തരം 0 ആണല്ലോ, പെർപെൻഡിക്കുലർ ആണെങ്കിൽ. cos 0 ഈസ് cos 90 which is 0 ആകുമ്പോൾ a dot b 0 ആകും. If a and b are mutually perpendicular, then a dot b is 0. A dot b 0 ആണ്. എന്താണ് a dot b? A is given, b is given. Therefore, a dot b, you simply multiply. Right and multiply. Then, that is, you can take x, bx plus ay, by plus az, bz. Az, bz ഇല്ല. അപ്പോൾ ഓരോ നേരിട്ട് കുടിച്ചാൽ മതി. അല്ല ഈ ഐ ഡോട്ട് ഐ പിന്നെ ഐ ഡോട്ട് ജെ ഡോട്ട് ഐ ഒന്നും എഴുതേണ്ട കാര്യമില്ല. എക്സ് ബി എക്സ് പ്ലസ് എ വൈ ബി വൈ അത് എടുത്താൽ മതി. അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അതിന് ഉത്തരം കിട്ടുന്നത് -6 പ്ലസ് 3n എന്ന് കിട്ടും. അത് 0. അപ്പോൾ 3n ഈസ് ഈക്വൽ ടു 6. n ഈസ് ഈക്വൽ 6/3 2 എന്ന് കിട്ടും. n വാല്യൂ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ വെക്ടേഴ്സ് I plus 3j and minus 3i plus 2j. K ഇല്ല ഇവിടെ. അപ്പോൾ a is given I plus 3j, b is given minus 3i plus 2j, modulus of I plus 1i plus 3j, that is root of 1 square plus 3 square, root 10. Similarly, modulus b is equal to root 13. A dot b is equal to ax bx plus a by by, that is 1 into minus 3 plus 3 into 2, 6. Minus 3 plus 6 equal to 3. A dot b is equal to ab cos theta, which is equal to 0 in this case. No, it is not 0. We have to find the angle. So we apply the relation cos theta is a dot b by ab. A dot b is 3. AB is modulus a into modulus b, root 10 into root 13. 3 by root 130, that is theta is cos inverse 3 by root 30. You can calculate, and from calculator you can find the angle in degree minute. This is enough. Writing in this manner is enough. Cos inverse. Next problem. Show that the vectors a is equal to I minus 5j and b is equal to minus 2i plus 10j are parallel to each other. രണ്ടും തമ്മിൽ ഇടക്കുള്ള ആംഗിൾ 0 ആണെന്ന് തെളിയിക്കുക. 0 ആകുമ്പോൾ പാരലാണ്. അപ്പോൾ പാരലാണെന്ന് തെളിയിക്കണമെങ്കിൽ നമ്മൾ എ ക്രോസ് ബി എടുത്താൽ മതി. ടേക്ക് പാരലൽ വെക്ടേഴ്സ് എ ക്രോസ് ബി 0. ദ ആംഗിൾ is 0 in between. So a cross b is 0. A is given, b is given, a cross b. You simply multiply or apply determinant form. Simply multiply or apply determinant form. And you use the relation I cross I is equal to j cross j is equal to 0, and I cross j is equal to k cross j is equal to I cross j is equal to j, and j cross I is equal to minus k, that you apply. Then we get a cross b is equal to 0 minus 10k plus 10k is equal to 0. That is a cross b is equal to 0. Angle between vectors a and b is 0. So they are parallel. Next question. For two vectors, can a cross be 0 and a dot be 0 simultaneously. ഇപ്പോൾ രണ്ട് വെക്ടർ എ ബി ഉണ്ട്. അപ്പോൾ എ ക്രോസ് ബി 0യും എ ഡോട്ട് ബി 0യും ആകാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം.
അതായത് എ ബി കോസ് എ ബി സൈൻ തീറ്റയിൻ്റെ യൂണിറ്റ് വെക്ടറും ഒന്നാകാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. സിമ്പിളായിട്ട് പറഞ്ഞാൽ ആകാൻ പറ്റില്ല. കാരണം ഈ ഒന്നിനകത്തൊരു യൂണിറ്റ് വെക്ടർ വരുന്നുണ്ട്. ഉത്തരം ഒന്ന് വെക്ടറാണ്, മറ്റൊരു വെക്ടർ ഇല്ല. അപ്പോൾ വെക്ടർ അല്ലാത്തത് വെക്ടർ ആയിട്ടുള്ളതും തമ്മിൽ ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെ പറയാം. ഇവിടെ നമുക്ക് തെളിയിച്ച് കാണിക്കാം. സൊല്യൂഷൻ എ ക്രോസ് ബി 0 ഇംപ്ലൈസ് ദാറ്റ് ഐദർ എ ഓർ ബി 0 ഓർ തീറ്റ 90 0 ആയിരിക്കണം. എ ക്രോസ് ബി 0 ആണെങ്കിൽ സൈൻ 0 വന്നാൽ 0 ആവും. പിന്നെ കണ്ടീഷൻ ഫോർ എ ഡോട്ട് ബി ഇംപ്ലൈസ് ദാറ്റ് എ 0 ആണ്, ബി 0 ആണ്, തീറ്റ 90 ആയിരിക്കണം. അപ്പോൾ രണ്ട് കേസിൽ എ 0 ബി 0 വരുന്നുണ്ട്, താഴെയും എ 0 ബി 0 വരുന്നുണ്ട്. അങ്ങനെ വരാം. ആദ്യ കേസിൽ തീറ്റ 0 എന്നും വരണം, രണ്ടാമത്തെ കേസിൽ തീറ്റ 90 എന്ന് വരണം. അപ്പോൾ രണ്ട് ആംഗിൾ ഇങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്ത് പറയും? ബട്ട് സെക്കൻഡ് കണ്ടീഷൻ ഓഫ് 1 and 2, അവിടെ 1 and 2 നമ്മൾ രണ്ട് കണ്ടീഷൻ പറയുന്നത്. സെക്കൻഡ് കണ്ടീഷൻ ഓഫ് 1 and 2 cannot be സാറ്റിസ്ഫൈഡ് സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ ആ 1 and 2 1 and 2 മറ്റേ രീതിയിൽ എഴുതിയിരിക്കുന്നത്. 1 and 2 കുത്തിട്ടാണ് ഐ പോലെ എഴുതിയിരിക്കുന്നത്. ബട്ട് സെക്കൻഡ് കണ്ടീഷൻ അത് കറക്റ്റാണ്. മറ്റതിൻ്റെ കണ്ടീഷനും ഈ മോഡലല്ല, ഐ പോലെ എഴുതിയിരിക്കുന്നത്. ബട്ട് സെക്കൻഡ് കണ്ടീഷൻ ഓഫ് 1 and 2 കനോട്ട് ബി സാറ്റിസ്ഫൈഡ് സൈമിൾട്ടേനിയസ്ലി. അത് ഒരുമിച്ച് സംഭവിക്കില്ല. ഹെൻസ് ഫോർ എ ക്രോസ് ബി ഈക്വൽ 0 ആൻഡ് എ ഡോട്ട് ബി ഈക്വൽ 0 സൈമിൾട്ടേനിയസ്ലി any of the vectors a and b should be a null vector. അപ്പോൾ 0 ആകണമെങ്കിൽ, ഇത് എ ക്രോസ് ബിയും എ ഡോട്ട് ബിയും 0 ആകണമെങ്കിൽ ഈ എയും ബിയും വ്യത്യസ്തമായ വെക്ടറാണ്. നോൺ 0 ആണെങ്കിൽ അത് ഒരിക്കലും ഈ കണ്ടീഷൻ അനുസരിക്കത്തില്ല. പിന്നെ അനുസരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ എ 0 വെക്ടർ ആകണം, അല്ലെങ്കിൽ ബി 0 വെക്ടർ ആകണം. ഏതെങ്കിലും ഒരു വെക്ടർ നൾ വെക്ടർ ആണെങ്കിൽ മാത്രമേ ഈ രണ്ട് കണ്ടീഷൻ അനുസരിക്കാൻ പറ്റുള്ളൂ. രണ്ട് നോൺ 0 വെക്ടറിന് ഈ രണ്ട് കണ്ടീഷൻ ഒരുമിച്ച് സംഭവിക്കുക നടക്കുന്ന കാര്യമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ക്രോസ് ബി മോഡലസ് ഈസ് ഈക്വൽ ടു എ ഡോട്ട് ബി, ഇഫ് എ ക്രോസ് ബി മോഡലസ് കേട്ടോ. സോ ദിസ് ക്യാൻ ബി ഇക്വേറ്റഡ് ബിക്കോസ് ബോത്ത് ആർ magnitudes. If a cross b modulus equal to a dot b, what is the angle between a and b? Solution: a cross b modulus, that is ab sin theta, a dot b equal to ab cos theta. A cross b modulus is taken to avoid unit vector. If modulus is not there in a cross b, we get a unit vector, then the two cannot be equated. We could not equate the two. Modulus we can equate because both are scalars. So a cross b modulus is equal to a dot b. AB sin theta is AB cos theta. So what is the angle between them? Theta is what? We can equate AB sin theta is AB cos theta. That is sin theta is cos theta divided by cos theta. That is tan theta, sin theta by cos theta. Tan theta is 1. Theta is equal to 45 degree. You know, if theta is 45, tan 45 is 1. So if two vectors satisfy the condition modulus a cross b equal to a dot b, then angle between them is 45 degree. With this, our 21st lecture is over, and in the next class we see equation for motion in a plane. Equation for uniform motion in a plane, that we see in the next class. Thank you very much.